എത്രയും പ്രിയപ്പെട്ട കുട്ടി, സമചിത്തതയോടും കേന്ദ്രബിന്ദു ആയും എല്ലാ സാഹചര്യങ്ങളിലും നീ നിൽക്കുക. അത് സന്തോഷമുള്ളതോ അല്ല സങ്കടം ഉള്ള ഒരു സാഹചര്യം ആകട്ടെ, എപ്പോഴും ഉള്ളിൽ നിഷ്പക്ഷനായിരിക്കുക. ഇത് നിന്നെ വളരെ സമാധാനം ഉള്ളവനായിരിക്കാനും ഏത് പരിതസ്ഥിതിയും ഒരു സമചിത്തതയോടെ നേരിടാനും നിന്നെ സഹായിക്കും. നിന്റെ കുട്ടികളെ ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ടതില്ല. എനിക്കറിയാം, ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈൽ ഫോണും സിനിമയും മറ്റും എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന്. ഈ സ്വഭാവം നിയന്ത്രിച്ചു കൊണ്ടുവരാൻ നീ ശ്രമിക്കണം. അവരെ പ്രകൃതിയുമായി കൂടുതൽ ഇഴകിച്ചേരാൻ അനുവദിക്കുക. അവരെ പ്രപഞ്ചം നമുക്ക് നൽകിയ വരദാനങ്ങൾക്ക് നന്ദി പറയാൻ നീ പഠിപ്പിക്കണം. നീ എൻ്റെ ക്ഷേത്രം ഇന്ന് ദർശിക്കണം. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ബാബ.